കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ CPM നേതാക്കളും അണികളും അക്ഷരാർത്ഥത്തിൽ വിറളി പൂണ്ട് ഓടുന്നത് നമ്മൾ കണ്ടു. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കൊട്ടാരക്കരയിൽ നിന്നുള്ള കരുത്തുറ്റ നേതാവ് അഡ്വക്കേറ്റ് ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയതോടെ ഇടതു ക്യാമ്പുകളിൽ വലിയ നിരാശ പടർന്നു പന്തലിക്കുകയായിരുന്നു. ഈ നിരാശ മറികടക്കാൻ വേണ്ടിയാണ് തങ്ങൾക്കുണ്ടായ തിരിച്ചടിയെ വൈകാരികമായി നേരിടാൻ ഡിവൈഎഫ്ഐക്കാരെ വിട്ട് ചീമുട്ട എറിയുകയും കരിങ്കൊടി കാണിച്ചും അവർ പ്രതിഷേധം അത്തരത്തിലൊരു നാടകം തന്നെ അരങ്ങേറിയത്. എന്നാൽ നാറിയത് ഐഷ പോറ്റി മാത്രമല്ല, CPM എന്ന പ്രസ്ഥാനം തന്നെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം CPMന്റെ ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന P സരിനെ ചുവപ്പുമാല അണിയിച്ച് സ്വീകരിച്ചപ്പോൾ അത് വലിയ രാഷ്ട്രീയ വിപ്ലവമായിട്ടാണ് CPM കൊണ്ടാടിയത്. അതുപോലെ മുൻപ് കോൺഗ്രസ് വിട്ടുവന്ന ശോഭന ജോർജിന് ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ പദവി വരെ നൽകി ആദരിച്ചതും നമ്മൾ കണ്ടു. അതൊക്കെ CPMന്റെ മാത്രം നയങ്ങളായി മാറി. അന്ന് മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർ വലിയ സ്വീകരണം നൽകിയവർ ഇപ്പോൾ സ്വന്തം പാളയത്തിലെ ജനകീയ നേതാവ് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മാറുമ്പോൾ അവരെ കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ നോക്കുകയാണ്. സരിനും ശോഭന ജോർജിനും നൽകിയ അതേ മാനദണ്ഡം ഐഷ പോറ്റിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് CPM നേതാക്കൾ മറന്നു പോകുന്നു? അതൊരു മനഃപൂർവ്വ മറവിയാണ്. ഈ നീക്കം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മന്ത്രി KN ബാലഗോപാലിനെയാണ്. മന്ത്രിപ്പട്ടം കെട്ടി വിലസുന്ന ബാലഗോപാലിന് കൊട്ടാരക്കരയിൽ ഇത്തവണ തോൽവി ഉറപ്പായി നിൽക്കുന്ന സമയത്താണ് R ബാലകൃഷ്ണപിള്ള എന്ന അധികായനെ വീഴ്ത്തിയ ഐഷ പോറ്റി തനിക്കെതിരെ മത്സരത്തിന് ഇറങ്ങുന്നത്. അത്തരമൊരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. സ്വന്തം പാളയത്തിൽ നിന്നു തന്നെയുള്ള വെല്ലുവിളി ബാലഗോപാലിനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ അദ്ദേഹം മണ്ഡലം മാറിയാലോ എന്ന് പോലും ഇപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്. എന്നാൽ മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അടക്കമുള്ള സൈബർ പോരാളികൾ ഐഷ പോറ്റിക്കെതിരെ കടുത്ത വ്യക്തിഹത്യയാണ് നടത്തുന്നത്. 3 പതിറ്റാണ്ടിലേറെ പാർട്ടിയെ നയിച്ച ഒരു നേതാവിനെ ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ആക്രമണം നടത്തുന്നത് CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം കനപ്പെട്ട മറുപടി തന്നെയാണ് ഐഷ പോറ്റി നൽകുന്നതും. താൻ അധികാരമോഹിയല്ല എന്നും CPMനുള്ളിലെ ഏകാധിപത്യ പ്രവണതകളിൽ മടുത്താണ് താൻ മാറുന്നതെന്നും അവർ തുറന്നടിച്ചു. അവിടെയാണ് അവർ പറയുന്നത് P സരിനെ സ്വീകരിച്ചവർക്ക് തന്നെ ആക്ഷേപിക്കാൻ എന്തവകാശമാണുള്ളത് എന്ന്. മുഖ്യന്റെ പടയെയും സൈബർ ഗുണ്ടകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഐഷ പോറ്റി ഇത്തരം മുന്നേറ്റം നടത്തുന്നത്. എന്താണെങ്കിലും കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ ചരിത്രം ഐഷ പോറ്റി മാറ്റുമെന്ന് തന്നെ പറയാം.